കലത്തപ്പം ചായ ആണോ? ഓക്കെ മതി. അല്ല എനിക്ക് വേണ്ട. ഇന്ന് ഞങ്ങളൊരു സീ ഫുഡ് ബക്കറ്റാണ് ഓർഡർ ചെയ്തത്. രണ്ടാമത്തെ ദിവസത്തെയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 ദിവസമായിരുന്നു ഹോളിഡേയ്സ്, മൺഡേ ആൻഡ് ട്യൂസ്ഡേ. അപ്പോൾ ഇന്നലെ പോയ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ അത് കാണണം. ഇത് ഞങ്ങൾ സെക്കൻഡ് ഡേ ഒന്ന് പോയതാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ പോയപ്പോൾ നമുക്ക് കപ്പയൊന്നും കിട്ടിയില്ല. ഇത് കപ്പയുണ്ടായിരുന്നു, പൊറോട്ട, നെയ്ച്ചോറ്, പിന്നെ ആ സീ ഫുഡ് ബക്കറ്റിൻ്റെ അത് ശരിക്കും നമ്മൾ 99 ദിർഹംസിന് പറഞ്ഞിട്ട് 2 പേർക്കെന്നാണ് അത് പറഞ്ഞത്. പക്ഷെ അത് ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ഉണ്ടായിരുന്നു. നല്ല ഒരു ക്വാണ്ടിറ്റിയിലാണ് അതവർ തന്നത്. ഇത് കരാമേലാണ് ഞങ്ങൾ കഴിച്ചത്. നല്ലൊരു ഫുഡ് ആയിരുന്നത്. പിന്നെ അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം തന്നെ കുറേ അങ്ങ് മാറ്റി വെച്ചു, കാരണം എല്ലാം കൂടെ കൈയിട്ട് അഴുക്കാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇതിനകത്ത് ക്രാബ് ഉണ്ടായിരുന്നു, സ്ക്വിഡ്, പ്രോൺസ്, പിന്നെ അങ്ങനെ, പിന്നെ കുറച്ച് പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു കോമ്പിനേഷൻ. ക്രാബൊക്കെ നല്ല വലിയ ക്രാബൊക്കെ ആയിരുന്നു. പിന്നെ കുറേ ബാക്കി വന്നത് പിന്നെ ഞങ്ങൾ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഇത് ഞാനും ജന്നക്കുട്ടിയും കൂടെ കഴിച്ചു. ചേച്ചനപ്പോൾ ഒരു മീൽസാണ് പറഞ്ഞത്, അപ്പോൾ അതവരെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമ്മളിങ്ങനെ പല കാര്യങ്ങളെല്ലാം കൂടെ ഓർഡർ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ഷെയർ ചെയ്യാമല്ലോ. അപ്പം ചോറ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോറ്, പ്രത്യേകിച്ച് ഞാനിവിടെ ഇച്ചിരി ചോറ് ഷെയർ ചെയ്തായിരുന്നു. പിന്നെ ഫിഷും ഇതിൻ്റെ കൂടെ എല്ലാ ഫിഷും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഡാനിക്കുട്ടിനപ്പം പൊറോട്ടയും ബീഫും ഒക്കെയാണ് കഴിച്ചത്. അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടത്തിനുള്ള സാധനവും കിട്ടി. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഞങ്ങൾ പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ പൊറോട്ടയും ബീഫും സീ ഫുഡ് ബക്കറ്റാണ് കഴിച്ചത്. പക്ഷേ അവന് ഈ ഒരു ബീഫ് കുറേ കൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് 2 പ്രാവശ്യം ഓർഡർ ചെയ്തത്, കാരണം അത് അത്ര ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, വലിയ ക്രാബാണ്. എനിക്കറിയില്ല എന്ത് സൈസാണ് പറയേണ്ടതെന്ന്, അത്രയ്ക്കും വലിയ ക്രാബായിരുന്നു. പ്രോൺസും സ്ക്വിഡും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റുമായിരുന്നു. ഇത് ഒരു റോസ്റ്റ് ടൈപ്പായിരുന്നു. ഇന്നലെ കഴിച്ചത് ഫിഷ് കറിയുടെ ടൈപ്പായിരുന്നു. ഇത് റോസ്റ്റഡ് ആയിരുന്നു. മുഴുവൻ തീർത്തുക്കുന്നു. ഇത് കരാമേല് കൊച്ചിൻ ഹാർബറിലുള്ള കടയാണ്. ഫിഷിൻ്റെ ഫുഡ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും വന്ന് കഴിച്ചു. ഇതെല്ലാം ഞങ്ങളുടെ കൂടെ വന്ന് ഒറ്റ ഒരാളാണ് കഴിച്ചേക്കുന്നത്. ആ ആളുടെ മുഖം ഇപ്പോൾ കാണിക്കാം. 4 കഴിച്ചു തീർത്തു. അടുത്തൊരു മണിപ്പുരയിലാണ്. ഞാനിക്കുട്ടൻ ബീഫുമായിട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ബീഫ്. ഒരു ഊണും ഒരു പൊറോട്ടയും കുറച്ച് കപ്പയും കുറച്ച് മീൻ. ഇത് 5 കഴിച്ചു കഴിഞ്ഞു. കണ്ടാൽ വളരെ സിമ്പിളാണ്. കണ്ട ഇതെല്ലാം ഇദ്ദേഹമാണ് കഴിച്ചത്. ഏറ്റവും മെലിഞ്ഞിരിക്കുന്നവരാണ് ഈ മുനികുമാരിയാണ് കഴിച്ചിരിക്കുന്നതെല്ലാം. ഇല്ല那真好。
എൻ്റെ പണി എന്ത് നല്ല പണി. ഗൈസ് ഇങ്ങനത്തെ ഒരു ടോപ്പ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഒരു ടോപ്പ് ഉണ്ട് ഗൈസ്. ഇതുണ്ട്. എവിടാ? യു എയിൽ സ്റ്റുഡിയോ ഇല്ലോ. സ്റ്റുഡിയോ എവിടെയാ ഇത്?
സിലിക്കോൺ അങ്ങനെ ഉണ്ടായിരുന്നു. നാട്ടിൽ പോകാത്തവർക്ക് നല്ലൊരു അവസരം ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട്. കളക്ഷൻസ് ഉണ്ടോ? ആ, നല്ല കളക്ഷൻസ്. ആണോ? ഇപ്പോൾ അവിടെ കാണുന്ന സെയിം സാധനം തന്നെ ഇവിടെ പ്രൈസ് പ്രൈസ് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ റീസണബിളാണ്. നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ആയിരിക്കും ഇച്ചിരി കുറവാണ്. ഇഷ്ടപ്പെട്ടോ? എന്നാ വാങ്ങിച്ചു? കോട്ട് ചെരുപ്പ്. This thing focuses on multiple other people, poor people. They are like, Indian, Indian, Arab. ഇത് കാണിച്ചേ കുപ്പി.